മക്കളെല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന സ്ട്രൈറ്റ് ലൈനിന്റെ ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ മക്കളെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കൺസിഡർ എ സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട് അല്ലെ. സ്ട്രൈറ്റ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ്, എക്സ് മൈനസ് 3y പ്ലസ് 4 is equal to 0 എന്ന് പറഞ്ഞാണ് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ നമുക്ക് തന്നത്. ഇത് സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ആണ് കേട്ടോ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദി ഗിവൺ ലൈൻ. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു പടം പോലെ വരയ്ക്കട്ടെ. പടം മസ്റ്റ് ആണ്. അപ്പൊ ഒരു പടം വരയ്ക്കാണ്. ഇതാണ് നമ്മുടെ ലൈൻ. അത് എക്സ് മൈനസ് 3y പ്ലസ് 4 is equal to 0 ആണ് നമ്മുടെ ലൈൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറെ ഒരു ലൈൻ. ഓക്കെ അല്ലെ, ഇതിന്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലെ മക്കളെ, പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് ആണ് കണ്ടെത്തേണ്ടത്. ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല്, നമുക്ക് നമ്മുടെ ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്തിക്കൂടെ. എങ്ങനെ കണ്ടെത്തുക? y is equal to mx plus c എന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലെ, y is equal to mx plus c രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ എടുക്കണതാണ് ആ രീതി നമ്മുടെ സ്ലോപ്പ്. അപ്പൊ ഇതിനെ y is equal to mx plus c രൂപത്തിലേക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാനിട്ടാ. അപ്പൊ x plus 4 സമം 3y എന്നായി. സംശയമില്ല, y ആവണ്ടേ. അപ്പൊ എല്ലാത്തിനും അവിടെ 3 കൂടെ കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 3 കൊണ്ട് എല്ലാവരും ഡിവൈഡ് ചെയ്യും. 3 കൊണ്ട് എല്ലാവരും ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയായിട്ട് മാറി x/3 പ്ലസ് 4/3 സമം y. ഭംഗിയാക്കി എഴുതുമ്പോൾ y പ്രതി കൊണ്ടുവരെ y is equal to x/3 പ്ലസ് 4/3 എന്നായി. അപ്പൊ സ്ലോപ്പ് കിട്ടി, നമ്മുടെ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി. സ്ലോപ്പ് m എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 1/3. സംശയമില്ലല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈനാണ്. therefore സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ കണ്ടുപിടിക്കണം. അപ്പൊ സിൻസ് പെർപെൻഡിക്കുലർ നമുക്ക് പഠിച്ചിട്ടുണ്ട്, രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. സംശയമില്ല. അപ്പൊ m1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. m1 എഴുതണമെങ്കിൽ 1/3 into m2 സമം -1. അപ്പൊ m2 കിട്ടി എത്രയാണ് മക്കളെ? -3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ അല്ലെ, m2 എത്രയെന്ന് കിട്ടി മക്കളെ? നമുക്ക് -3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ m2 -3 കിട്ടി. m2 ആണ് നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി. ഇനി കണ്ടുപിടിക്കാൻ പറയുന്നത് വെച്ചാൽ മക്കളെ, അന്നേരം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻ 1,2 കൂടെ കടന്നു പോകുന്നുണ്ട് ഇത്ര. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് ഓൾറെഡി കിട്ടിയില്ലേ, -1/3. പിന്നെ അത് കടന്നു പോകുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ കടന്നു പോകുന്ന പോയിന്റിൽ നമുക്ക് x0 y0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫോർമുല കേട്ടോ. y മൈനസ് y0 is equal to m into x minus x0 എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ആ ഫോർമുല ഞങ്ങൾ അപ്ലൈ ചെയ്യാം. എല്ലാം റെഡിമേഡിയാണ്. y മൈനസ് y0 ആരാ? 2, m ആരാ? -3, x മൈനസ് x0 ആരാ? 1. ഇട്ട് കൊടുക്കുമ്പോ y മൈനസ് 2 is equal to -3x plus 3. എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. 3x പ്ലസ് y നെഗറ്റീവായിട്ട് കൊണ്ടുപോയി is equal to 5. സംശയമില്ല, അതിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അപ്പൊ നമ്മുടെ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഏതൊക്കെ കഴിഞ്ഞു മക്കളെ? 2 ചോദ്യങ്ങൾ ഉത്തരം കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. സ്ലോപ്പ് കണ്ടെത്തൽ ഒന്നാമത്തെ ചോദ്യം, ഇക്വേഷൻ കണ്ടെത്തൽ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനിയാണ് അവിടുത്തെ പെട്ടസ്ഥാനം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ലൈൻ ഗിവൺ ലൈൻ ആൻഡ് ദി പെർപെൻഡിക്കുലർ ലൈൻ. അതായത് ഈ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്, ഇതാണ് ആ പോയിന്റ്. അതിനെ P എന്ന് വിളിക്കുക. ഇതിൽ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്നാണ് ഇതിനെ പറയാ. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടെത്താം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ മക്കളെ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടെത്തണം. ഓക്കെ അല്ലെ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് കണ്ടെത്തണം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് സോൾവ് ചെയ്യാം. ആ നമ്മുടെ 2 ഇക്വേഷൻസ് ഉണ്ടല്ലോ മക്കളെ. ഏത് 2 ഇക്വേഷൻസ്? ഒന്ന് x മൈനസ് 3y is equal to അവരപ്പുറത്തേക്ക് കൊണ്ട് -4 ഒരു ഇക്വേഷൻ നമ്പർ 1ഉം, പിന്നെ പെർപെൻഡിക്കുലർ ലൈൻ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് 3x പ്ലസ് y is equal to 5ഉം. ഇതിന് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടി അങ്ങോട്ട് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ ഗുണോത്തരം ഓപ്പോസിറ്റ് ആക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഇവിടെ -3y ഉണ്ട്, ഇവിടെ +3y ആക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 2നെ നമ്മളൊരു 3 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ല, ഇക്വേഷൻ നമ്പർ 2നെ നമ്മളൊരു 3 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരാൻ നോക്കിക്കോട്ടാ. 9x പ്ലസ് 3y is equal to 15. ഇതിനൊരു ഇക്വേഷൻ നമ്പർ 3 എഴുതാം. പിന്നെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇങ്ങോട്ട് ഇറക്കിയതാ. x മൈനസ് 3y is equal to -4. ഇക്വേഷൻ നമ്പർ 1 ഇങ്ങോട്ട് ഇറക്കിയിടാം.
ഇനി നമുക്ക് ഇതിന്ന് എക്സ് വൈ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. രണ്ടും കൂടി കൂട്ടുക, 3ഉം 1ഉം കൂടി അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി മക്കളെ? 10x എന്ന് കിട്ടി. 15ഉം -4 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും മക്കളെ? 11 വരും. അപ്പൊ x = 11/10 എന്ന് പറഞ്ഞിട്ട് വരും. സംശയമില്ല മക്കളെ? 11/10 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്, നമുക്ക് എന്താ കണ്ടെത്താൻ? നമുക്ക് y കണ്ടെത്തണം അല്ലെ? y കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 1ലേക്ക് 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substituting in equation number 2, 3 into 11/10 plus y is equal to 5, 33/10 plus y is equal to 5, y is equal to 5 minus 33/10 ചെയ്തു വരുമ്പോ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. 50 minus 33 divided by 10, ഉത്തരം 17/10 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അങ്ങപ്പോ നമുക്ക് കിട്ടിയ മക്കളെ ഈ p എന്ന് പറയുന്ന സാധനം കിട്ടി 11/10 അല്ലെങ്കിൽ 17/10. ഓക്കെ അല്ലെ? ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാല് ആ രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? വെറുതെ സോൾവ് ചെയ്യുക, വെറും ഒന്നും ചെയ്യണ്ട. ഓക്കെ അല്ലെ? സോൾവ് ചെയ്യാൻ നമ്മൾ ആക്സിഡന്റ് വാല്യൂ കണ്ടെത്താം. അതാണ് ഒരു കൂട്ടികൂട്ടുന്ന പോയിന്റ്. ഓക്കെ അല്ലെ? അപ്പൊ ശരിട്ടാ.